മുമ്പിലെങ്കിലും എത്തിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തായാലും നമ്മുടെ ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ ഉണ്ടല്ലോ, അത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് പോകുന്നത് മീഖ, കണ്ടോ ചിരിക്കുന്നത് കണ്ടോ, നോട്ട്സ് ഒക്കെ എത്തിക്കാം. മീഖ എന്ന പുസ്തകത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. ഏത് പുസ്തകമാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യോനയെ കുറിച്ച് പഠിച്ചു അല്ലെ. യോനയുടെ പുസ്തകത്തിൽ വലിയ പ്രവചനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ യോനയുടെ ചിന്താഗതിയെ മാറ്റിയ, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികളെ പോലും മാറ്റിയ ഒരു പുസ്തകമായിരുന്നു എന്ത്? യോനയുടെ പുസ്തകം. എന്തായിരുന്നു ചിന്താഗതി? യോന ചിന്തിച്ചത് യഹൂദന്മാർ മാത്രം, ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിച്ചവനെ കൊണ്ട്, ഒളിച്ചോടിയവനെ കൊണ്ട്, ദൈവിക ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചവനെ കൊണ്ട് അടി കൊടുത്ത് ദൈവം തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ ചിന്താഗതിയെ മുഴുവൻ മാറ്റി പ്രസംഗിപ്പിച്ച, പട്ടണം വിടുവിച്ച ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മീഖ എന്ന പ്രവചന പുസ്തകമാണ്. മീഖ എന്ന പ്രവചന പുസ്തകമാണ്. ഓക്കെ, മീഖ എന്ന വാക്കിന്റെ അർത്ഥം മീഖായാവ് എന്ന വാക്കും കൂടെ ഉണ്ട്. മീഖ അല്ലെങ്കിൽ മീഖായാവ്. ചില വ്യാഖ്യാനങ്ങളിൽ മീഖ എന്നല്ല മീഖായാവ് എന്നൊരു പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. ചില വേദപഠിതാക്കള് ഇത് രണ്ടുപേരാണെന്ന് പറയുന്നു. മീഖയും മീഖായാവും വേറെ വേറെ ആൾക്കാരാണ്, രണ്ടുപേരും പ്രവാചകന്മാരായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. രണ്ടുപേരുടെ ശുശ്രൂഷകൾ സെയിം ആയിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഭൂരിപക്ഷം വേദപഠിതാക്കളും ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് മീഖയും മീഖയാവും ഒരാൾ തന്നെയാണ് എന്നാണ്. എന്നാൽ ഇതിന്റെ പേരിന്റെ അർത്ഥം യഹോവയെ പോലെ ആരുള്ളൂ എന്നാണ് മീഖ എന്ന വാക്കിന്റെ അർത്ഥം. യഹോവയെ പോലെ ആരുള്ളൂ എന്നതാണ് മീഖ എന്ന വാക്കിന്റെ അർത്ഥം. മീഖ എന്ന വാക്കിന്റെ അർത്ഥം യഹോവയെ പോലെ ആരുള്ളൂ എന്നാണ്. ഓക്കെ, ഇതിന്റെ മീഖയെ കുറിച്ച് പറയുന്നത് അവൻ തെക്കേ രാജ്യത്ത് വസിച്ചിരുന്നെങ്കിലും ആഹാബ് രാജാവിന്റെ കാലത്ത് വടക്കേ രാജ്യത്ത് താമസിച്ചിരുന്ന പ്രവാചകനായിരുന്നു എന്നും പറയുന്നുണ്ട്. നോക്കൂ, മീഖ തെക്കേ രാജ്യത്ത് താമസിച്ചിരുന്നെങ്കിലും ശുശ്രൂഷിച്ചത് മുഴുവൻ വടക്കേ രാജ്യത്തായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന, എന്ന് വിശ്വസിക്കുന്ന അവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. എന്ന് ഒന്നുകൂടെ പറയാം, തെക്കേ രാജ്യത്താണ് വസിച്ചിരുന്നതെങ്കിലും ശുശ്രൂഷിച്ചത് മുഴുവൻ വടക്കേ രാജ്യത്തായിരുന്നു എന്ന് ആണ് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, മീഖ യഹൂദയിലെ അധികം അറിയപ്പെടാത്ത മോരസ്യ ഗത്ത് എന്ന ഗ്രാമങ്ങളിലെ ഒരു നാട്ടുകാരനായിരുന്നു. ഒന്നുകൂടെ പറയാം, മീഖ യഹൂദയിലെ അധികം പ്രശസ്തമല്ലാത്ത, വലിയ വിശാലതകളോ വലിയ വളർച്ചയോ വലിയ സമ്പത്തുള്ളവരൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഗ്രാമം, ഒരു കുഗ്രാമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മോരസ്യ ഗത്ത് എന്ന ഗ്രാമത്തിലാണ് മീഖ എന്ത് ചെയ്തിരുന്നത്? താമസിച്ചത്. യഹൂദയിലെ ഒരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചത്. ഫിലിസ്ത്യ നഗരമായ ഗത്തിൽ നിന്ന് വളരെ അകലെയല്ലാത്ത യെരുശലേമിൽ നിന്ന് 25 മൈൽ തെക്ക് പടിഞ്ഞാറായിട്ട് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ മോരസ്യ ഗത്ത് എന്ന് പറയുന്ന ദേശം. മോരസ്യ ഗത്ത് എന്ന ദേശം. ഓക്കെ, ഇനി ഇതിന്റെ എഴുത്തുകാരൻ എന്ന പദവിയെ കുറിച്ച്, എഴുത്തുകാരനെ കുറിച്ച് നമുക്ക് ഈ പുസ്തകത്തിന്റെ ഒന്നിൽ കാണുന്നതായ യോഥാം, ആഹാസ്, യെഹസ്ക്യാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരിസ്ത്യനായ മീഖയ്ക്കുണ്ടായതും അവൻ ശമരിയ യെരുശലേമിനെ കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട് ഒന്നിൽ പറഞ്ഞിരിക്കുന്ന ആ തെളിവല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് മീഖയാണ് ഈ പുസ്തകം എഴുതിയതെന്ന് നമുക്ക് വേറെ തെളിവുകളൊന്നും നമുക്കില്ല. ഓക്കെ, ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ മീഖ എന്ന വാക്ക്, ശ്രദ്ധിക്കണേ, മീഖ എന്ന വാക്ക് യഹൂദയിൽ കൂടുതൽ പേർക്കുണ്ടായിരുന്നു, ഒത്തിരി പേർക്കുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ പേര്, ഉദാഹരണത്തിന് കെസിയ എന്നുള്ള പേര് എന്റെ നാട്ടിൽ തന്നെ 3 പേർക്കുണ്ട്. ഞാൻ പഠിക്കുന്നിടത്ത് തന്നെ 2 കെസിയ ഉണ്ട്. ഞങ്ങൾ വിളിക്കുന്നത് തിരുവനന്തപുരം കെസിയ എന്നും ഒന്ന് ആലപ്പുഴ കെസിയ എന്ന് വിളിക്കുന്നത്, 2 കെസിയമാരാണ്. അപ്പൊ നോക്കൂ, ഈ പേര്, ഈ കെസിയ എന്നുള്ള പേര് നമ്മുടെ കേരളത്തിൽ നമ്മളൊന്ന് നെറ്റിൽ നിന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പേരുണ്ട് അല്ലെ. എന്നതുപോലെ മീഖ എന്ന പേര് അല്ലെങ്കിൽ മീഖായാവ് എന്ന പേര് കോമണായി പലരും ഉപയോഗിച്ചിരുന്ന, ഇട്ടിരുന്ന ഒരു പേരായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ,
ഇതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചല്ലോ, യഹോവയെ പോലെ ആരുള്ളൂ, യഹോവയെ പോലെ ആരുള്ളൂ. ഈ വാക്ക് എങ്ങനെ വന്നെന്നറിയാമോ? യഹോവയെ പോലെ ആരുള്ളൂ എന്ന വാക്ക് എങ്ങനെ വന്നെന്നറിയാമോ? നമുക്ക് ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ചെങ്കടൽ വിഭാഗിച്ച സ്ഥലം നമുക്ക് നല്ലോണം അറിയാം അല്ലെ. ചെങ്കടൽ പിളർന്ന് അവരെന്ത് ചെയ്തു? മറുകരയിൽ വന്നു. അവർ പിറകിൽ നടന്നു വന്ന വഴി മിസ്രൈമരെല്ലാം കടലിൽ മുങ്ങിച്ചച്ച കഴിഞ്ഞപ്പോൾ മിര്യാം കപ്പെടുത്ത് നൃത്തം ചെയ്ത് അവർ പാടിയ ഒരു പാട്ടുണ്ട്. എന്തായിരുന്നു പാടിയത്? യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരെ നിനക്ക് തുല്യനാർ എന്നൊരു വാക്ക് അവിടെ മിര്യാം പറഞ്ഞ് ആരാധിക്കുന്നുണ്ട്. ദൈവമേ, നിന്നെ പോലെ തുല്യനാരുമില്ല. ഈ വാക്കിൽ നിന്ന്, ഇതിന്റെ ഒരു അർത്ഥത്തിൽ നിന്നാണ് മീഖ അല്ലെങ്കിൽ യഹോവയെ പോലെ ആരുള്ളൂ എന്നർത്ഥം വരുന്ന മീഖ എന്ന പേര് അവരെന്ത് ചെയ്തിരുന്നത്? കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, മീഖ ഏത് ഗോത്രക്കാരനായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, യഹൂദ ഗോത്രക്കാരനായിരുന്നു. ആര്? മീഖ യഹൂദ ഗോത്രക്കാരനായി. യഹൂദിയിലും ഇസ്രായേലിലും ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ചത് താന് യഹൂദിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ശുശ്രൂഷിച്ചത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ചെറിയ ടൈറ്റിൽ എഴുതിക്കോ, പ്രധാന വിഷയം. മീഖ എന്ന പുസ്തകത്തിന്റെ പ്രധാന വിഷയം എന്താണ്? യഹൂദയുടെ ന്യായവിധിയും ഉദ്ധാരണവും. യഹൂദയുടെ ന്യായവിധിയും ഉദ്ധാരണവും. ഇതാണ് മീഖ എന്ന പുസ്തകത്തിന്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. യഹൂദയുടെ ന്യായവിധിയും ഉദ്ധാരണവും. അവർക്കൊരു ന്യായവിധി വരുന്നുണ്ട്. ആ ന്യായവിധിക്ക് ശേഷം ദൈവം അവരെ ഉദ്ധരിക്കും. ഉദ്ധരിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുക? ഉയർത്തിക്കൊണ്ടുവരിക. അവരുടെ തകർച്ചകളൊക്കെ പരിഹരിച്ച് അവരുടെ ഇടിവുകളൊക്കെ പണിത് അവർ ഉയർത്തിക്കൊണ്ടുവരിക. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്ന അറിയാമോ? ശിക്ഷിക്കുന്ന ദൈവം മാത്രമല്ല, അവിടെ നിന്ന് നമ്മളെ ഉയർത്തുന്ന ദൈവം കൂടെയാണ് നമ്മുടെ ദൈവം. ഒരിടത്ത് തകർത്ത് കളയുകയല്ല, അവൻ എന്ത് ചെയ്യുന്നവനാണ്? പണിയുന്ന ദൈവം കൂടെയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കണം, ഈ ദൈവത്തിന്റെ പ്രത്യേകത നമ്മുടെ ഇടിവുകളെ, നമ്മുടെ തകർച്ചകളെ, നമ്മുടെ വീഴ്ചകളിൽ നിന്ന് നമുക്കൊരു ഉദ്ധാരണം തരുന്നത്. കരങ്ങളെടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കുമോ? ഒന്ന് കരങ്ങളെടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? എന്താ വചനം പഠിപ്പിക്കുന്നത്? എന്നെ ഉദ്ധരിപ്പിക്കുന്ന, എന്നെ ഉയർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രധാന വിഷയം എന്ന് പറയുന്നത് യഹൂദയുടെ ന്യായവിധിയും ഉദ്ധാരണമാണ്. ഇതിന്റെ സ്ഥിതിവിവരക്കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. സ്ഥിതിവിവരക്കണക്കുകൾ. ഓക്കെ, 7 അധ്യായങ്ങളാണ് മീഖായ്ക്കുള്ളത്. അധ്യായങ്ങൾ 7 അധ്യായങ്ങൾ മീഖായ്ക്കുണ്ട്. 105 വാക്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. 105 വാക്യങ്ങൾ. അതിൽ ആജ്ഞകൾ 20 ആജ്ഞകളുണ്ട്. 23 ചോദ്യങ്ങളുണ്ട്. 2 വാഗ്ദാനങ്ങളുണ്ട്. 123 മുന്നറിയിപ്പുകളുണ്ട്. 7 ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 7 എണ്ണമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിക്കണേ. 7 അധ്യായങ്ങളുണ്ട്. 105 വാക്യങ്ങളുണ്ട്. 20 ആജ്ഞകളുണ്ട്. 23 ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞില്ലെന്ന് തോന്നുന്നു. 23 ചോദ്യങ്ങളുണ്ട്. 123 മുന്നറിയിപ്പുകളുണ്ട്, വാണിങ്ങുകൾ. 123 മുന്നറിയിപ്പുകളുണ്ട്. ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 7 എണ്ണമുണ്ട്. ഇനി നിവൃത്തിയായ പ്രവചനങ്ങൾ 91 എണ്ണം. 91 നിവൃത്തിയായ പ്രവചനങ്ങൾ 91. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 32.
ഓക്കെ, ഇത്ര കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇനി ഇതിന്റെ കാലം, ഈ പുസ്തകം എഴുതിയതിന്റെ കാലം. ഓക്കെ, അപ്പൊ അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യോഥാം, ആഹാസ്, ഹിസ്കിയാവ്. നിങ്ങൾ എടുത്തിട്ടുണ്ടോ? നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കണേ. മീഖയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാർ. ഇവര് 3 പേരും ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവചിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു ആര്? മീഖ. അവരുടെ കാലം എന്തായിരുന്നു നോക്കാമോ? അതിന്റെ യോഥാം ഭരിച്ചത് BC 750 മുതൽ 735 വരെയുള്ള കാലഘട്ടമാണ്. യോഥാം ഭരിച്ചിരുന്നത് BC 750 മുതൽ 735 വരെയുള്ള കാലഘട്ടമാണ്. ഇനി അടുത്തത് ആഹാസ്, 2-ാമത്തെ രാജാവിന്റെ പേരായിരുന്നു ആഹാസ്. ആഹാസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 735 മുതൽ 715 വരെ. ആഹാസിന്റെ കാലഘട്ടം ഏകദേശം BC 735 മുതൽ 715 വരെ. എന്താണ് ഈ BC നമ്മൾ എഴുതുമ്പോ കുറഞ്ഞു വരുന്നതെന്ന് ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ 735 മുതൽ 715 വരുന്ന അത് തെറ്റല്ല. BC എന്താണ്? നമ്മൾ പുറകോട്ടാണ് എണ്ണുന്നത്. AD മുൻപോട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ് എണ്ണുമ്പോ BC എങ്ങനെ എണ്ണുന്നത്? കുറഞ്ഞാണ് വരുന്നത്. 735, 734, 732 എന്നും പറഞ്ഞ് ഡൗൺ ആയി താഴോട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ആഹാസ് ഭരിച്ചിരുന്നത് BC 735 മുതൽ 715 ഉള്ള കാലഘട്ടമാണ്. ഇനി ഹിസ്കിയാവ് ഭരിച്ചിരുന്നത് 715 മുതൽ 686 വരെ. 715 മുതൽ 686 വരെ. ഓക്കെ, അപ്പൊ ഈ രാജാക്കന്മാരുടെ ഭരണകാലത്തെല്ലാം ആര് ശുശ്രൂഷിച്ചിട്ടുണ്ട്? മീഖ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് ഈ ശമര്യയോടും ഇസ്രായേലിനോടും യഹൂദയോടൊക്കെ അവരുടെ ശമര്യയുടെ അധപതനത്തെ കുറിച്ചും യഹൂദയുടെ ശിക്ഷാരീതികളെ കുറിച്ചും ഒക്കെ ഈ പ്രവാചകൻ പറയുന്നത് കൊണ്ട് ഏകദേശം BC 742-നും 687-നും ഇടയ്ക്കാണ് മീഖ പ്രവചന ശുശ്രൂഷ നടത്തിയിരുന്നത് എന്ന് വിശ്വസിക്കാം, അനുമാനിക്കാം. ഒന്നുകൂടെ പറയാം. ഏകദേശം BC 742-നും 687-നും ഇടയ്ക്കാണ് ഈ മീഖ പ്രവാചകൻ പ്രവചന ശുശ്രൂഷ നടത്തിയിരുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അനുമാനിക്കാം. ഏകദേശം നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിയല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകത്തിന് 2 താക്കോൽ വാക്യമാണ് ഉള്ളത്. 2 താക്കോൽ വാക്യമാണ് ഉള്ളത്. ഒന്ന് താക്കോൽ വാക്യങ്ങൾ, ഒന്ന് എഴുതിക്കേ. താക്കോൽ വാക്യങ്ങൾ താക്കോൽ വാക്യങ്ങൾ 2 വാക്യങ്ങളാണുള്ളത്. ഒന്ന് 6-8-ഉം 7-18. 6-8-ഉം 7-18. 6-8 എന്താണ് എഴുതിയിരിക്കുന്നത്? 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു.
ന്യായം പ്രവർത്തിക്കാനും ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇതൊരു വലിയൊരു പ്രസംഗമാണ് അല്ലെ? സാറ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രസംഗത്തിന്റെ കൃപാവരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് 6-ാം അധ്യായത്തിന്റെ 8-ാമത്? മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്താണ് ദൈവം കാണിച്ചു തന്നത്? 1, ന്യായം പ്രവർത്തിക്കണം. 2, ദയാതൽപ്പനായിരിക്കണം. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ഈ 3 കാര്യങ്ങളാണ് ദൈവം കൽപ്പിക്കുന്നത്. ഇത് ആരോട് പറയുന്നതാണ്? യഹൂദയോട് പ്രവചിച്ചു പറയുന്ന വാക്കുകളാണ്. 7-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം എന്താണ്? തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുകയില്ല, ദയയിലല്ലോ അവന് പ്രസാദം ഉള്ളത്. അപ്പൊ ആദ്യം പറയുന്നത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാനുള്ള ഒരു മാനസാന്തരത്തിന് ദൂതും, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്ന വിധങ്ങളുമാണ് നമുക്ക്. അപ്പൊ താക്കോൽ വാക്യങ്ങൾ ഏതൊക്കെയാണ്? 2 വാക്യങ്ങൾ. ഏതൊക്കെയാ? 6-ാം അധ്യായം 8-ാമത്തെ വാക്യവും 7-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. ഓക്കെ, ഇതിന്റെ വിഷയ വിഭജനം. വിഷയ വിഭജനം എഴുതിയോ? ഈ പുസ്തകത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. മീഖയുടെ പുസ്തകത്തെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1, അധ്യായങ്ങൾ 1ഉം 2ഉം ജാതികൾക്കുള്ള സന്ദേശം. അധ്യായം 1ഉം 2ഉം ജാതികൾക്കുള്ള സന്ദേശം. 2, അധ്യായങ്ങൾ 3 മുതൽ 5 വരെ ഭരണാധികാരികൾക്കുള്ള സന്ദേശം. ഭരണാധികാരികൾക്കുള്ള സന്ദേശം. യഹൂദയെ ഭരിക്കുകയും ഇസ്രായേലിനെ ഭരിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ് 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ. അടുത്തത് 6ഉം 7ഉം അധ്യായങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സന്ദേശം. തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സന്ദേശം. ഈ മീഖയുടെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തില് യഹൂദയുടെ നഗ്നതയെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് വായിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടിമച്ചന്തകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അടിമകളെ അവര് നഗ്നരാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അടിമച്ചന്തയിൽ നിർത്തുന്ന കാലം മുതൽ അവരെ അടിമച്ചന്തയിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം നഗ്നരാക്കിയാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ദൈവം ന്യായം വിധിക്കുമെന്ന് ഒരു ന്യായവിധി കൊടുക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ജാതികൾക്കുള്ള സന്ദേശമാണ്. ദൈവത്തെ മറക്കുന്ന ജാതികൾക്കുള്ള സന്ദേശമാണ്. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുള്ള സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ മുൻപോട്ട് പോകുന്നു. മീഖയുടെ പുസ്തകം നിങ്ങൾക്ക് കിട്ടിയല്ലോ. മീഖ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടിയല്ലോ. മീഖയാവ് എന്ന 2 വാക്കുകളുണ്ട്. അതിൽ മീഖയാവ് ലോപിച്ചാണ് മീഖ എന്ന വാക്കുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലായി. ഒരു ഗ്രാമീണ മനുഷ്യനായിരുന്നു, ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു പ്രവാചകനായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചു. ഇത് എഴുതിയത് 1-1 അടിസ്ഥാനപ്പെടുത്തി മീഖയാണ് ഈ പുസ്തകം എഴുതി നമ്മൾ വിശ്വസിക്കുന്നു. ഏകദേശം BC 742-നും 687-നും ഇടയ്ക്കാണ് മീഖ പ്രവചിച്ചിരുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇതിന്റെ പ്രധാന വിഷയം നമ്മൾ മനസ്സിലാക്കിയത് യഹൂദയുടെ ന്യായവിധിയും ഉദ്ധാരണവുമാണ്. ഇനി പ്രധാന വാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മീഖ 6-8ഉം 7-18ഉമായിരുന്നു പ്രധാന വാക്യങ്ങൾ. പിന്നെ സ്ഥിതിവിവര കണക്കുകളും കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. നഹും എന്ന പുസ്തകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നഹും എന്ന പുസ്തകം. നഹും എത്രാമത്തെ പുസ്തകമാണ്? 34-ാമത്തെ, പഴയ നിയമത്തിലെ 34-ാമത്തെ പുസ്തകമാണ് നഹും. ഈ നഹും എന്ന പുസ്തകത്തിന്റെ പ്രത്യേകത, യോന പ്രവാചകന്റെ തുടർച്ചയാണ് ഈ നഹും എന്ന പ്രവാചകന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത. യോന എന്തായിരുന്നു പ്രസംഗിച്ചത്? ശ്രദ്ധിച്ചേ. യോന എന്തായിരുന്നു പ്രസംഗിച്ചത്? യോന പ്രസംഗിച്ചത് നിനവയുടെ മാനസാന്തരമായിരുന്നു, ഇല്ലേ? അവരെന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു. യോനയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാൽ ആ ന്യായവിധി ദൈവം എടുത്തു മാറ്റിയിട്ട് അവരെ സ്വാതന്ത്ര്യമായിട്ട് വിട്ടു. അവരെ അനുഗ്രഹിച്ചു, വീണ്ടും അനുഗ്രഹിച്ചു, മാനസാന്തരപ്പെട്ടതുകൊണ്ട്. പക്ഷേ പിന്നത്തേതിൽ അവര് കൊടുംപാവികളായി മാറി. അപ്പൊ ദൈവം ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് തെറ്റുകളൊക്കെ ക്ഷമിച്ച് നമ്മളെ നിർത്തുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? കൊടുംപാവികളായി മാറരുത്. ഇവിടെ നഹൂമിന്റെ കാലത്ത് നിനവ എന്ന പട്ടണത്തിന്റെ നാശത്തെ കുറിച്ചാണ് ആര് പ്രസംഗിക്കുന്നത്? നഹൂം പ്രസംഗിക്കുന്നത്. യോന പ്രസംഗിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? ആ പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടു, ദൈവത്തിലേക്ക് മടങ്ങി വന്നു, അവരുടെ പാപപ്രവൃത്തികൾ കളഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ആണ്ടുകൾ കഴിഞ്ഞപ്പോൾ നഹൂം പ്രവാചകന്റെ കാലഘട്ടം എത്തിയപ്പോൾ നിനവെ പട്ടണത്തിന് അവരുടെ പാപപ്രവൃത്തികൾ കൊണ്ട് ഒരു ശാപത്തിന്റെ അല്ലെങ്കിൽ ആ പട്ടണത്തിന്റെ നാശത്തെ കുറിച്ചാണ് ആര് പ്രസംഗിക്കുന്നത്? നഹൂം പ്രസംഗിക്കുന്നത്. ഓക്കെ, ഈ വാക്കിന്റെ അർത്ഥം, നഹൂം എന്ന പേരിന്റെ അർത്ഥം ആശ്വാസപ്രദൻ അല്ലെങ്കിൽ ആശ്വാസം എന്നാണ്. നഹൂം എന്ന വാക്കിന്റെ അർത്ഥം ആശ്വാസപ്രദൻ എന്നാണ്. നഹൂമിന്റെ പ്രവചനകാലത്ത് നിനവെ പ്രശസ്തമായ നഗരമായിരുന്നു. ഈ നഹൂം നിനവെ എന്ന പട്ടണത്തിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. നിനവയെ കുറിച്ചുള്ള പ്രവാചകം 1:1 നമ്മൾ വായിക്കുന്നുണ്ട്. ഈ നഹൂമിന്റെ കാലത്ത് നിനവെ പട്ടണം അതിപ്രശസ്തമായിരുന്നു. സാമ്പത്തികമായും അവരുടെ ബിസിനസ് പരമായും എല്ലാം അതിവിശാലമായ എന്താ പറയണ്ട, എല്ലാവിധ നന്മകളും പ്രാപിച്ചിരുന്ന ഒരു മനോഹരമായ പട്ടണമായിരുന്നു ഏത്? നിനവെ. അപ്പൊ നിനവെ എന്ന പട്ടണം നഹൂമിന്റെ കാലത്ത് സമ്പൽ സമൃദ്ധിയുടെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന സമയം. അത് മാത്രമല്ല, അശൂർ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമായിരുന്നു ഈ നിനവെ എന്ന് പറയുന്നത്. യോനയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഒരു ശിക്ഷാവിധി, നാശം ഒഴിവായെങ്കിലും വരാൻ പോകുന്ന നാശത്തെ കുറിച്ച് ശക്തമായി പ്രവചിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ് നഹൂം എന്ന് പറയുന്നത്. നിനവയെ കുറിച്ചുള്ള പ്രവാചകം എൽക്കോശ്യനായ നഹൂമിന്റെ ദർശന പുസ്തകം. അങ്ങനെ നമ്മൾ 1-ാമത്തെ വാക്യം വായിക്കുന്നത്. 1:1 നിനവയെ കുറിച്ചുള്ള പ്രവാചകം എൽക്കോശ്യനായ നഹൂമിന്റെ പ്രവചനം. ഓക്കെ, ഈ പഴയ നിയമത്തിൽ നഹൂമിനെ കുറിച്ച് ഒരേ ഒരു പരാമർശം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. 1:1. അവിടെ തന്നെ അദ്ദേഹം എൽക്കോശ്യൻ ആയിരുന്നു അല്ലെങ്കിൽ എൽക്കോശ്യക്കാരനായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ വായിക്കുന്നത്.
വായിക്കുന്നത് എൽക്കോഷ്യനായ നഹൂമിന്റെ പ്രവചനം. അപ്പൊ എൽക്കോഷ്യ എന്ന സ്ഥലത്തെ പറ്റി പല വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. എവിടാണ് എൽക്കോഷ്യ, എന്താണ് സംഭവം, പല അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 16-ാം നൂറ്റാണ്ടിൽ 16-ാം ശതകത്തിൽ നിലവിലിരുന്ന ഒരു ഐതിഹ്യം അനുസരിച്ച് ഇറാഖിലെ അൽഖൂഷ് എന്ന പട്ടണമാണ് എൽക്കോഷ് എന്നും ഇറാഖിൽ നിനവേ നഗരത്തിന്റെ സ്ഥാനത്തിന് വടക്കായി ടൈഗ്രീസ് നദീതീരത്ത് ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും കിട്ടിയിട്ടില്ലെന്നറിയാം. ഈ എൽക്കോഷ്യനായ നഹൂം എന്നാണ് നമ്മൾ ഒന്നാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ നഹൂമിനെ പറ്റി വേറെ എങ്ങും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആകെ കിട്ടുന്നത് 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന എൽക്കോഷ്യ അല്ലെങ്കിൽ എൽക്കോഷ് എന്ന ഈ പട്ടണത്തെ പറ്റി പല വാദപ്രതിവാദങ്ങളുണ്ട്. അതിൽ കുറച്ചു പേര് പറയുന്നത് 16-ാം നൂറ്റാണ്ടില് നിലവിലുണ്ടായിരുന്ന ഐതിഹ്യം അനുസരിച്ച് അല്ലെങ്കിൽ അന്നത്തെ വിശ്വാസം അനുസരിച്ച് ഇറാഖിലെ അൽഖൂഷ്, അൽ ചെറിയൊരു ഹൈഫനിട്ട് ഖൂഷ്, അൽഖൂഷ് എന്ന പട്ടണമാണ് എൽക്കോഷ് എന്നറിയപ്പെടുന്നതെന്ന് വിശ്വസിച്ചു വരുന്നു. എൽക്കോഷ്യനായ നഹൂം എന്ന് പറഞ്ഞതിനാണ് എൽക്കോഷ് എന്നാണ് നമ്മൾ വായിച്ചത്. ഇത് ഭൂരിപക്ഷം ആൾക്കാർ പറയുന്നത് ഇറാഖിലെ ഒരു പട്ടണമായ അൽഖൂഷ് എന്ന പട്ടണമാണ്. അത് പിന്നീട് എൽക്കോഷ് ആയതായി വിശ്വസിക്കപ്പെടുന്നു. ഇത് ടൈഗ്രീസ് നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു എന്നും ചിലര് പറയുന്നു. രണ്ടാമത്തെ വാദം, 3 അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ രണ്ടാമത്തത് ഗലീലയിലെ രാമയ്ക്ക് സമീപമുള്ള എൽഖസി എന്ന സ്ഥലമാണ് എൽക്കോഷ് എന്ന് ചിലര് പഠിപ്പിക്കുന്നു. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, എൽക്കോഷ്യനായ നഹൂം എന്നാണല്ലോ, എൽക്കോഷ് എവിടാ എന്ന് നമ്മളോട് കുടുക്ക് ചോദ്യം എറിഞ്ഞാൽ അവരോട് പറയണം 3 അഭിപ്രായമുണ്ട് ബ്രദറെ, അല്ലെ 3 അഭിപ്രായമുണ്ട് സിസ്റ്ററെ. എൽക്കോഷിനെ പറ്റി 16-ാം നൂറ്റാണ്ടില് അവർ വിശ്വസിച്ചിരുന്ന ഒരു ഐതിഹ്യം അനുസരിച്ച് ഇറാഖിലെ അൽഖൂഷ് എന്ന പട്ടണമാണ് എൽക്കോഷ് എന്നറിയപ്പെട്ടതെന്ന് ഒരു വിശ്വാസമുണ്ട് എന്നും. രണ്ടാമത് പറയണം സഹോദര, ഗലീലയിലെ രാമയ്ക്ക് സമീപമുള്ള എൽക്കസി എന്ന സ്ഥലം പിന്നീട് എൽക്കോഷ് എന്നറിയപ്പെട്ടു എന്നും വിശ്വസിച്ചിരുന്നു. എന്നാൽ മൂന്നാമത് ഇനി നമ്മൾ പറയാൻ പോകുന്ന അഭിപ്രായത്തോടാണ് കൂടുതലും വേദപഠിതാക്കൾ താല്പര്യം കാണിച്ചിട്ടുള്ളത്. അതെന്താണ് ഞാൻ പറയാം. യഹൂദ നഗരത്തിന്റെ തെക്കേ പകുതിയിൽ യെരുശലേമിനും എഴുതാൻ വരട്ടെ, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എഴുതണേ. യഹൂദ രാജ്യത്തിന്റെ തെക്കേ പകുതിയിൽ യെരുശലേമിനും ഗസയ്ക്കും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നതും പിൽക്കാലത്ത് എൽക്കസി എന്ന് വിളിക്കപ്പെട്ടതുമായ സ്ഥലമായിരുന്നു എന്ന്. ഇനി നിങ്ങൾ എഴുതിക്കോ, യഹൂദ രാജ്യത്തിന്റെ തെക്കേ പകുതിയിൽ യെരുശലേമിനും ഗസയ്ക്കും മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്നതും പിൽക്കാലത്ത് എൽക്കസി എന്ന് വിളിക്കപ്പെട്ടതുമായ സ്ഥലം. കിട്ടിയോ? ഓക്കെ. ഇനി നഹൂമിന്റെ
ഈ പുസ്തകം എഴുതിയ കാലം. ബാബിലോൺ ആക്രമണം മൂലം നിനവേ നഗരം നശിച്ചു പോയത് ഏകദേശം BC 612. അപ്പൊ ഏകദേശം BC 612 ബാബിലോൺ, ഇന്നത്തെ ഇറാഖ്, ആരെ ആക്രമിച്ചു? നിനവേ തുറമുഖങ്ങളെ ആക്രമിച്ച് അവര് കീഴ്പ്പെടുത്തി എന്നാണ് BC 612. നഹൂം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളില് നൈൽ നദീ തീരത്തെ തേബേസ് നഗരത്തിന്റെ നാശത്തിന് അടുത്തുണ്ടായ ഒരു സംഭവം എന്ന നിലയിൽ ഏകദേശം 612 നൈൽ നദീ തീരത്തെ തേബേസ് നഗരത്തിന്റെ നാശത്തെ അടുത്ത സമയത്തുണ്ടായ ഒരു സംഭവം എന്ന നിലയിൽ പരാമർശിച്ചിരിക്കുന്നത് കൊണ്ട് നഹൂമിന്റെ കാലം ഏകദേശം BC 663-നും 612-നും ഇടയ്ക്കാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം BC 663-നും 612-നുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് നഹൂമിന്റെ കാലത്തെ കുറിച്ച് പറയാൻ ഉള്ളത്. എൽക്കോസ് എന്ന സ്ഥലത്തെ പറ്റി നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഈ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നിനവയുടെ നാശമാണ്. നിനവെ പട്ടണത്തിന്റെ നാശം. ഓക്കെ, ഇനി ഈ നിനവെ പട്ടണത്തെ പറ്റി ചെറിയ ഒരു വിശകലനം നമുക്കൊന്ന് ചിന്തിച്ചിട്ട് വേഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. നിനവെ എന്ന പട്ടണത്തിന്റെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാം. നിങ്ങൾ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചവറാന്ന് എഴുതിക്കൊണ്ടിരിക്കുമല്ലോ, നിങ്ങളുടെ കൈക്ക് ഒരു വിഷമം തരും, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിഷമിക്കും. ദൈവമേ, ഈ വ്യാഴാഴ്ച തോറും ഞങ്ങളുടെ എഴുതി ഞങ്ങളുടെ കൈ മുഴുവൻ പോവുകയാണ് അല്ലേ. ഞങ്ങൾക്ക് ഇപ്പൊ നടക്കുന്ന ക്ലാസ് ഒരു സ്റ്റോപ്പില്ല. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ക്ലാസ് 1 മണിക്കേ നിർത്തത്തുള്ളൂ. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരും. കസേര എഴുന്നേറ്റ് വെളിയിലേക്ക് ചെന്ന് നടുവൊന്ന് നിവർത്തുമ്പോഴത്തേക്ക് അടുത്ത് ബെല്ലടിക്കും. നോട്ട് തരത്തില്ല. പുള്ളി ഇങ്ങനെ പഠിപ്പിച്ച് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ തകൃതിയായിട്ട് എഴുതണം. അപ്പൊ എഴുതുന്നുള്ള വേദന നമുക്ക് നല്ലോണം അറിയാം. ഓക്കെ, ഇനി നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പോകരുത്. നമ്മൾ ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യം നമ്മുടെ മെമ്മറിക്കകത്തിരിപ്പുണ്ടല്ലേ. എന്തെല്ലാം കാര്യങ്ങളാ. പണ്ട് റോഡിൽ പോയപ്പോ നമ്മുടെ ചെരുപ്പിന് വള്ളി പൊട്ടിയത് വരെ, ആ ചെരുപ്പിന്റെ പേര് വരെ നമ്മുടെ മൈൻഡിൽ ഇരിപ്പുണ്ട്. അതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഇനി ചില നിമിഷം ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കണം. ഓക്കെ, നിനവയുടെ നാശമാണ് ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം. നിനവെ പട്ടണത്തെ കുറിച്ച് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചതാണ്. യോനയുടെ കാലത്ത് ദൈവം ഒരു ശിക്ഷാവിധി ഈ നിനവെ പട്ടണത്തെ അറിയിച്ചു. അവരെന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടതുകൊണ്ട് ആ ശിക്ഷാവിധി ദൈവം മാറ്റി. പക്ഷെ പിന്നീട് അവർ വീണ്ടും പാപം ചെയ്തതുകൊണ്ട്, പാപത്തിലേക്ക് വഴുതി വീണതുകൊണ്ട് ശിക്ഷ മാത്രമേ ഇനി ഉള്ളൂ, ഇനി അതിനൊരു പ്രതിവിധി ഉള്ളൂ എന്നാണ് ആര് പ്രവചിക്കുന്നത്? നഹൂം പ്രവചിക്കുന്നത്. ടൈഗ്രീസ് നദിയുടെ ഉത്ഭവ സ്ഥാനത്ത് ഈ നഗരം സ്ഥാപിച്ചത് നിമ്രോദായിരുന്നു. പുരാതന വീരനായിരുന്ന നിമ്രോദിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു എന്ത്? നിനവെ. ഓർമ്മയിലിരിക്കണേ. ആരാൽ സ്ഥാപിക്കപ്പെട്ടതാണ്?
നിമ്രോദിനാൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട പട്ടണമാണ് എന്ത്? ഈ നിനവ എന്ന പട്ടണം. ഇതെവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ടൈഗ്രീസ് എന്ന നദിയുടെ തീരത്ത്. ടൈഗ്രീസ് നദിയുടെ തീരത്ത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതി വേഗത്തിലൊന്ന് ഓടിക്കുക, എഴുതി വിടുക. BC 1100 മുതൽ BC 1100 1100 BC 1100 മുതൽ അനേക വർഷങ്ങളിൽ 1100 മുതൽ അനേക വർഷം അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു നിനവെ. അപ്പൊ ഒരു സ്ഥലത്തെ തലസ്ഥാന നഗരമാക്കി ഒരു സാമ്രാജ്യം, അശൂർ സാമ്രാജ്യം, അതിന്റെ തലസ്ഥാനമായി നിനവെ കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണത്തില്ലേ? അപ്പൊ എല്ലാവിധമാകുന്ന പ്രത്യേകതകളും അവിടെ ഉണ്ടായിരുന്നു. ഒന്ന്, 1200 ഗോപുരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു പട്ടണമായിരുന്നു നിനവെ പട്ടണം. എത്രയാണ്? 1200 ഗോപുരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതും 100 അടി ഉയരമുള്ള കോട്ടയാൽ ചുറ്റപ്പെട്ടതുമായിരുന്നു നിനവെ പട്ടണം. 1200 ഗോപുരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതും 100 അടി ഉയരമുള്ള കോട്ടയാൽ ചുറ്റപ്പെട്ടതുമായ പട്ടണമായിരുന്നു നിനവെ. കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത പ്രത്യേകത എന്താ അറിയാമോ? പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന പ്രധാന കോട്ടയ്ക്ക് 8 മൈൽ നീളവും 3 രഥങ്ങൾ ഒന്നിച്ച് ഓടിച്ചു പോകത്തക്ക വീതിയുള്ളതുമായിരുന്നു. മനസ്സിലായോ? 3 രഥങ്ങൾ. 3 രഥങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓട്ടോയുടെ വീതി നിങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടരുത്. രഥം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഓട്ടോ, നിങ്ങള് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ ചെല്ലണം. അവിടെ നമ്മുടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വലിയ രഥങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. രഥങ്ങൾ, അതിന്റെ വീതി നിങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. അപ്പൊ യുദ്ധത്തിന് പോകുന്ന രഥങ്ങൾ അതിനേക്കുള്ള അല്പം കൂടെ വീതി ഉള്ളതും ഒക്കെയാണ്. അങ്ങനെയുള്ള 3 രഥങ്ങൾ ഒന്നിച്ച് ഓടിച്ചു പോകത്തക്ക രീതിയിൽ വീതിയുള്ളതും 8 മൈൽ നീളമുള്ളതുമായ എന്തുണ്ടായിരുന്നു? കോട്ടയുണ്ടായിരുന്നു. ഇപ്രകാരം സുരക്ഷിതവും ശക്തമായ നിനവയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കവർച്ച ചെയ്യുക, കീഴടക്കുക എന്നതായിരുന്നു പ്രധാന മുദ്രാവാക്യം. ഇത്രയ്ക്ക് വിശാലമായ കെട്ടുറപ്പുള്ള 1200 ഗോപുരങ്ങൾ, അതിനകത്ത് എപ്പോഴും പടയാളികളുണ്ട്. 100 അടി പൊക്കമുള്ള കോട്ടയുണ്ട്. പിന്നെ പ്രധാന കോട്ടയ്ക്ക് 8 മൈൽ നീളവും 3 രഥങ്ങൾ ഓടിച്ചു പോകത്തക്ക വീതിയുമുള്ള ഒരു വലിയ കോട്ടയുള്ള പട്ടണം. ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി. അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് കവർച്ച ചെയ്യുക, കീഴടക്കുക എന്നതായിരുന്നു. എന്നാൽ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, രക്തപാതങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം, അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു. കവർച്ച വിട്ടുപോയതുമില്ല. ചെമ്മട്ടിയുടെ ഒച്ച, ചക്രങ്ങൾ കിരീറിക്കുന്ന ശബ്ദം, പായുന്ന കുതിരകൾ, ഓടുന്ന രഥങ്ങൾ, കുതിര കയറുന്ന കുതിരച്ചേവകർ, ജ്വലിക്കുന്ന വാൾ, മിന്നുന്ന കുന്തം, അനേക നിഹതന്മാർ, അനവധി ശവങ്ങൾ, പിണങ്ങൾക്ക് കണക്കില്ല. അവർ പിണങ്ങൾ തടഞ്ഞു വീഴുന്നു. നോക്കൂ, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ രക്തം ചൊരിഞ്ഞ് കവർച്ച ചെയ്യുക, കീഴടക്കുക എന്നുള്ള മുദ്രാവാക്യം നിങ്ങൾക്ക് തന്നെ കെണിയായി തീരും, നിങ്ങൾ കവർച്ചയായി പോകും എന്ന് ഈ പ്രവാചകൻ പ്രവചിച്ചു. ഈ നഹൂമിന്റെ പ്രവചനം, 3-ാം അധ്യായത്തിലെ നഹൂമിന്റെ പ്രവചനം അതിന്റെ
ഞാൻ എന്താ പറയണ്ടേ, പബ്ലിക്കിൽ വായിക്കുന്നതിന് 3-ാം അധ്യായം അതിന്റെ 4, 5, 6, 7 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇവരെങ്ങനെയാണോ ശത്രുക്കളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് അതുപോലെ അതേപോലെ വള്ളി പുള്ളി തെറ്റാതെ ബാബിലോണ്യർ തെക്ക് നിന്നും മേദിന് വടക്ക് നിന്നും പട്ടണം വളയുകയും ചുറ്റുമുള്ള കോട്ടകൾ നശിപ്പിക്കുകയും 4, 5, 6 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ ന്യായവിധി ഈ നിനവയുടെ മുകളിൽ വരികയും ചെയ്തു. ഞാനിത് പബ്ലിക്കിൽ വായിക്കുന്നില്ല, നിങ്ങളുടെ മുൻപിലുള്ള ബൈബിൾ നിങ്ങൾ ഒന്ന് വായിക്കണം. അതിന്റെ 4, 5, 6 വാക്യങ്ങൾ. ഏത് രീതിയിലാണോ ഇവർ മറ്റുള്ളവരെ കവർച്ച ചെയ്തത് അതുപോലെ തന്നെ ബാബിലോണ്യർ തെക്ക് നിന്നും മേദിന് വടക്ക് നിന്നും പട്ടണം വളഞ്ഞു. ഏത് പട്ടണത്തെ? നമ്മൾ ഈ പറഞ്ഞ വലിയ കോട്ടകളുള്ള പട്ടണത്തെ വളഞ്ഞ് അവരെന്ത് ചെയ്തു? നശിപ്പിച്ചു. നശിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 4, 5, 6 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ഈ നിനവയുടെ മുകളിൽ അവർ തീർത്തു. ആ ന്യായവിധിയാണ് അവിടെ വന്ന് കയറി. ഇതിനെ പറ്റിയാണ് ഈ നഹൂമിന്റെ പ്രവചനം. നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു വരും എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു പുസ്തകം ഞാൻ വായിച്ചത് ഈ നിനവയിലെ രാജാക്കന്മാർ വന്നിട്ട് ചില വിരുന്നുകൾ നടത്തും. വിരുന്നുകൾ നടത്തുമ്പോൾ ക്ഷണിക്കപ്പെടുന്ന എന്താ പറയണ്ട രാജാക്കന്മാർ ആ രഥത്തിൽ അവരുടെ വഴിയിൽ വരുമ്പോൾ ഈ അവർ പിടിച്ചുകൊണ്ടുവന്ന അടിമകളെ ആ പാതയോരത്ത് വെച്ച് കഴുത്തുവെട്ടി ചോര ആ പാതയിൽ ഒഴുക്കും. അതിൽ കൂടെ രഥം ചീറിച്ചു പാച്ചു ഓടിച്ചുകൊണ്ടാണ് അവർ വിരുന്നശാലയിലേക്ക് കയറുന്നത്. അത് അവർക്ക് ഹരമായിരുന്നു. അത്രയ്ക്ക് ക്രൂരന്മാരായിരുന്നു കേട്ടോ. അപ്പൊ പിടിച്ചുകൊണ്ട് വരുന്ന നിനവയിലെ അടിമകളെ, അല്ലെങ്കിൽ എവിടെ നിന്നും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്ന അടിമകളെ അവര് കൊണ്ടുവന്ന് കഴുത്തുവെട്ടി ചോര റോഡിൽ ഒഴുക്കിച്ചിട്ട്, നമ്മളൊക്കെ ഈ റോഡിൽ പിള്ളേർ വെള്ളത്തിലൂടെ വണ്ടി വേഗത്തിൽ ഓടിച്ചു പോകുന്നത് വെള്ളം തെറിപ്പിക്കത്തില്ലേ, എന്നതുപോലെ രക്തം തെറിപ്പിച്ച് ആഘോഷിച്ചിരുന്ന ഒരു രീതി ഈ നിനവെ പട്ടണ നിവാസികൾക്കുണ്ടായിരുന്നു. ഇനി ഇത്രയ്ക്ക് കൊടും ഭാവിയിലായിരിക്കുമ്പോഴാണ് ഈ നഹൂമിന് 150 വർഷം മുമ്പ് യോന വന്ന് പ്രസംഗിച്ചത്. അന്ന് അവർക്കൊരു മാനസാന്തരമൊക്കെ വന്നെങ്കിലും കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മാനസാന്തരമൊക്കെ അങ്ങ് പോയി. നഹൂമിന്റെ കാലം വന്നപ്പോ അതികഠിനമായ എന്താ പറയണ്ടേ പാപപ്രവർത്തികളിലേക്ക് അവര് നീങ്ങി. ഇതിന്റെ താക്കോൽ വാക്യം നഹൂം എന്ന പുസ്തകത്തിന്റെ താക്കോൽ വാക്യം 1-ാം അധ്യായം 2, 7 വാക്യങ്ങൾ. നമ്മുടെ ദൈവം തീക്ഷ്ണമുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തന്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ 7-ാമത്തെ വാക്യം, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണമാകുന്നു, തങ്കിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അപ്പോൾ ന്യായവിധിക്കുകയും ന്യായവിധിയിൽ മാനസാന്തരമുണ്ടായാൽ ക്ഷമിക്കുന്നവരാണെന്നും കൂടെ ദൈവം പഠിപ്പിക്കുകയാണ്. ഇതിന്റെ താക്കോൽ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. 1-ാം അധ്യായം 2, 7 വാക്യങ്ങൾ. ഇനി യോനയും
നഹുവും രണ്ടുപേരുടെയും സാമ്യ വ്യത്യാസങ്ങൾ. ഒരു ഹെഡിങ് എഴുതുക, യോനയും നഹുവും. യോനയും നഹുവും. എന്നിട്ട് ചെറിയൊരു ഹൈഫൻ കൊടുത്തിട്ട്, ചെറിയൊരു വര കൊടുത്തിട്ട് സാമ്യ വ്യത്യാസങ്ങൾ. സാമ്യ വ്യത്യാസങ്ങൾ. എന്താണ് സാമ്യം? ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് സാമ്യങ്ങളാണ്. രണ്ടുപേരും നിനവയെ കുറിച്ച് പ്രവചിക്കുന്നു. സാമ്യം എന്താണ്? യോനയും നഹുവും തമ്മിലുള്ള സാമ്യം, രണ്ടുപേരും നിനവയെ കുറിച്ച് പ്രവചിക്കുന്നു. ഒന്ന്, രണ്ടുപേരും നിനവയെ കുറിച്ച് പ്രവചിക്കുന്നു. ഇനി രണ്ട്, മോശയുടെ ന്യായപ്രമാണം രണ്ടുപേരുടെയും പ്രവചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണം രണ്ടുപേരുടെയും പ്രവചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മൂന്ന്, രണ്ടുപേരും ദേശത്താൽ ബഹുമാനിതരാണ്. രണ്ടുപേരും ദേശത്താൽ ബഹുമാനിതരാണ്, ദേശത്ത് മാനിക്കപ്പെടുന്നവരാണ് രണ്ടുപേരും. 4, രണ്ടുപേരും ദൈവം അയച്ച പ്രവാചകന്മാരാണ്. ദൈവം അയച്ച പ്രവാചകന്മാർ. ഇനി ഇവരുടെ വ്യത്യാസം. വ്യത്യാസം ഒന്ന്, യോന കൃപയുടെ പ്രവാചകനാണെങ്കിൽ നഹൂം ന്യായവിധിയുടെ പ്രവാചകനാണ്. നമ്മൾ ആദ്യം സാമ്യം പറഞ്ഞു, രണ്ടാമത് വ്യത്യാസത്തിൽ ഒന്ന്, യോന കൃപയുടെ പ്രവാചകനാണെങ്കിൽ നഹൂം ന്യായവിധിയുടെ പ്രവാചകനാണ്. നിങ്ങൾ എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ? സാറ് നോട്ട് തരുമെന്ന് പറഞ്ഞ് എഴുതിയെടുക്കാതിരിക്കല്ലേ? ആ, ഓക്കെ. 2, യോന ന്യായപ്രമാണത്തിന്റെ ആദ്യ പകുതി സംസാരിച്ചെങ്കിൽ, യോന ന്യായപ്രമാണത്തിന്റെ വള്ളിയും പുള്ളിക്കനത്ത് വേണേ, യോന ന്യായപ്രമാണത്തിന്റെ ആദ്യ പകുതി സംസാരിച്ചെങ്കിൽ, ക്ലാസ് കഴിഞ്ഞിട്ട് ഷായ്സാനെ വിളിച്ചു ചോദിക്കരുത്, സാറേ 2 വള്ളി കാണുന്നില്ല, ഏത് വാക്കാണെന്നും ചോദിക്കരുത്. യോന ന്യായപ്രമാണത്തിന്റെ ആദ്യ പകുതി ആയിരുന്നെങ്കിൽ നഹൂം ന്യായപ്രമാണത്തിന്റെ അവസാന പകുതി ഉപയോഗിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സമയം കിട്ടുമ്പോ നിങ്ങൾ എന്തെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പുസ്തകം വായിക്കുമല്ലോ, വായിച്ചിട്ട് നിങ്ങൾക്കൊരു പ്രസംഗം കിട്ടുമ്പോ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് പ്രസംഗിക്കുമുണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് കയറ്റി വിടണം. ഇപ്പൊ ഫ്രണ്ട് ഇരിക്കുന്ന വിചാരിക്കും ഇവരെന്തോ ഭയങ്കര ജ്ഞാനികളാണെന്ന് വിചാരിക്കും. ഈ പ്രസംഗിക്കുന്നവരൊക്കെ വലിയ തത്വജ്ഞാനികളൊന്നും അല്ല. ഇവര് പഠിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ഇതേപോലെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് യോനയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? യോനയും നഹൂം തമ്മിൽ സാമ്യതകൾ നിങ്ങൾക്കറിയാമോ? ന്യായപ്രമാണത്തിന് ആദ്യ പകുതി യോന പ്രസംഗിക്കുന്നു എങ്കിൽ നഹൂം അവസാന പകുതിയാണ് പ്രസംഗം. അപ്പൊ ഇവര് വിചാരിക്കുന്നറിയാമോ, ഈ പ്രസംഗിക്കുന്നവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് വിചാരിക്കും. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? അപ്പൊ നമുക്ക് അറിയാമെന്ന് അവർക്ക് തോന്നിയാൽ ഇരുന്ന് മൊത്തവും കേൾക്കും. നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ ഉയിര് വാരി പിടിച്ചാ പ്രസംഗിക്കുന്നതെന്ന്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ പഠിച്ചു വെക്കണം. എന്നിട്ട് സഭയിലൊക്കെ പറയുമ്പോ, ഈ ചാപ്പലിലൊക്കെ നിങ്ങൾ പ്രസംഗിക്കുമ്പോ ഇതൊക്കെ പ്രസംഗിക്കണം.
അപ്പൊ കേൾക്കുന്ന ഞങ്ങൾക്കൊരു സന്തോഷമാണ്, ഇതൊക്കെ വായിക്കുന്നുണ്ടല്ലോ പഠിക്കുന്നുണ്ടല്ലോ എന്ന്. ഓക്കെ, അബദ്ധങ്ങളൊന്നും പറയുകയും ചെയ്യരുത്. യോന ന്യായപ്രമാണത്തിന്റെ ആദ്യ പകുതി ഉപയോഗിച്ചെങ്കിൽ നഹു ന്യായപ്രമാണത്തിന്റെ അവസാന പകുതിയാണ് പ്രയോഗിച്ചത്. ഓക്കെ, മൂന്നാമത്തെ വ്യത്യാസം, യോന നിനവയുടെ മാനസാന്തരം മുൻകൂട്ടി കണ്ടു. യോന നിനവയുടെ മാനസാന്തരം മുൻകൂട്ടി കണ്ടു. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത്, ഞാൻ എന്തൊക്കെ പ്രസംഗിച്ചാലും ഇവന്മാര് മാനസാന്തരപ്പെടുമെന്ന് നീ ക്ഷമിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് യോന പറയുന്നുണ്ട്. 4:2 യോന 4:2 യോന നിനവയുടെ മാനസാന്തരം മുൻകൂട്ടി കണ്ടു. പക്ഷെ നഹു നിനവയുടെ നാശം മുൻകൂട്ടി കണ്ടു. ഇദ്ദേഹം കണ്ടത് നാശമാണ്. നഹു നിനവയുടെ നാശം കണ്ടു. കണ്ടോ? അപ്പൊ യോനയും നഹുവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ 3 വ്യത്യാസമുണ്ട്. എന്തൊക്കെയായിരുന്നു? യോന കൃപയുടെ പ്രവാചകനായിരുന്നു, പക്ഷേ നഹുമാരായിരുന്നു? ന്യായവിധിയുടെ പ്രവാചകനായിരുന്നു. രണ്ടാമത് യോന ന്യായപ്രമാണത്തിന്റെ ആദ്യ പകുതി ഉപയോഗിച്ചു, പക്ഷെ നഹും എന്താ ചെയ്തത്? അവസാന പകുതി ഉപയോഗിച്ചു. മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്താണ്? യോന നിനവയുടെ മാനസാന്തരം മുൻകൂട്ടി കണ്ടു, പക്ഷേ നഹും എങ്ങനത്തെ ചെയ്തത്? നിനവെ പട്ടണത്തിന്റെ നാശം മുൻകൂട്ടി കണ്ടു. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഇനി രണ്ടുപേരും സാമ്യം എന്തായിരുന്നു? രണ്ടുപേരും നിനവെ എന്ന പട്ടണത്തെ കുറിച്ചായിരുന്നു എന്തത് പ്രവചിച്ചത്. അത് മാത്രമല്ല, ഈ രണ്ടുപേരും മോശയുടെ ന്യായപ്രമാണം ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്? ഇവർ രണ്ടുപേരും ദേശത്താൽ ബഹുമാനിക്കപ്പെടുന്നവരായിരുന്നു. 4, രണ്ടുപേരും ദൈവം അയച്ച പ്രവാചകനായിരുന്നു. ഓക്കെ, ഇത്രയല്ലേ? ശരി. ഇനി ഇതിന്റെ വിഷയ വിഭജനം അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. വിഷയ വിഭജനം 1, 1:1 മുതൽ 15 വരെ. 1:1 മുതൽ 15 വരെ ദൈവം തീക്ഷ്ണതയുള്ളവൻ. ദൈവം തീക്ഷ്ണതയുള്ളവൻ. 1:1 മുതൽ 15 വരെ ദൈവം തീക്ഷ്ണതയുള്ളവൻ. അതിൽ 3 വിഭജനങ്ങളുണ്ട്. ഇനി ചെറിയ ABC എന്ന് പറഞ്ഞ 3 പോയിന്റ് എഴുതണം. ദൈവം തന്റെ കോപം വിളംബരം ചെയ്യുന്നു. ദൈവം ഏതാ? 1 തന്നെ സബ് പോയിന്റ് ആണ്. ദൈവം തന്റെ കോപം വിളംബരം ചെയ്യുന്നു. 1:1 മുതൽ 8 വരെ. ദൈവം തന്റെ കോപം വിളംബരം ചെയ്യുന്നു 1:1 മുതൽ 8 വരെ. 2, ദൈവം നിനവയോട് സംസാരിക്കുന്നു. ദൈവം നിനവയോട് സംസാരിക്കുന്നു. 1:9 മുതൽ 11 വരെ. 1:9 മുതൽ 11 വരെ. 3, ദൈവം യഹൂദയെ പ്രോത്സാഹിപ്പിക്കുന്നു. ദൈവം യഹൂദയെ പ്രോത്സാഹിപ്പിക്കുന്നു. 1:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അപ്പം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവം തീക്ഷ്ണതയുള്ളവൻ 1:1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. തീക്ഷ്ണതയുള്ള ദൈവത്തിന്റെ 3 ഘട്ടങ്ങളാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ദൈവം തന്റെ കോപം വിളംബരം ചെയ്യുന്നു. ആദ്യത്തെ കോപം വിളംബരം ചെയ്യുന്നു. 2, നിനവയോട് സംസാരിക്കുന്നു. ദൈവം യഹൂദയെ പ്രോത്സാഹിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. 2:1 മുതൽ 13 വരെ
ദൈവം ന്യായാധിപതി. ദൈവം ന്യായാധിപതി. 2:1 മുതൽ 13 വരെ. നമ്മുടെ സമയം വേഗം തീരുന്നു, പെട്ടെന്ന്. 2:1 മുതൽ 13 വരെ ദൈവം ന്യായാധിപതി. അതിന്റെ സബ് പോയിന്റ് 3 എഴുതാം. 1, ആക്രമണകാരിയുടെ മുന്നേറ്റം. ആക്രമണകാരി. 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 അക്ഷരങ്ങളെല്ലാം വേണേ, ആക്രിക്കാരാകല്ലേ. ആക്രമണകാരിയുടെ മുന്നേറ്റം. നാളെ ക്ലാസ് കഴിഞ്ഞിട്ട്, ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് രാത്രി നിങ്ങൾ നോക്കുമ്പോ അയ്യോ ആക്രിക്കാരുടെ മുന്നേറ്റമോ, ഇതൊന്നും ചോദിക്കരുത്. ആക്രമണകാരിയുടെ മുന്നേറ്റം 2:1 മുതൽ 4 വരെ. ആക്രമണകാരിയുടെ മുന്നേറ്റം 2:1 മുതൽ 4 വരെ. രണ്ട്, നഗരം കീഴടക്കുന്നു. നഗരം കീഴടക്കുന്നു 2:5 മുതൽ 10 വരെ. 2:5 മുതൽ 10 വരെ. കിട്ടിയോ? 3, ജേതാക്കൾ അസൂര്യരെ അധിക്ഷേപിക്കുന്നു. അതായത് ജയിച്ചു വന്ന ആക്രമണകാരികളുണ്ടല്ലോ, അവരെ അസൂര്യരെ അധിക്ഷേപിക്കുന്നു. എഴുതിക്കോ. 3, ജേതാക്കൾ, ജയിച്ചവർ. ജയിച്ചവർ അല്ലെങ്കിൽ ജേതാക്കൾ അസൂര്യരെ അധിക്ഷേപിക്കുന്നു, കളിയാക്കുന്നു, ആക്ഷേപിക്കുന്നു. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അധിക്ഷേപിച്ചേക്കുന്നു എന്ന് തന്നെ എഴുതണമെന്നില്ല. കളിയാക്കുന്നു, ആക്ഷേപിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി. 2:11 മുതൽ 13 വരെ. 2:11 മുതൽ 13 വരെ. ഓക്കെ. 3, മൂന്നാമത്തെ മെയിൻ പോയിന്റ്. 1, ദൈവം തീക്ഷ്ണതയുള്ളവൻ. 2, ദൈവം ന്യായാധിപതി. മൂന്നാമത്തത്, ദൈവം നീതിനിഷ്ഠയുള്ളവൻ. ദൈവം നീതിനിഷ്ഠ ഉള്ളവൻ. പീഠത്തിന്റെ ഠ, നീതിനിഷ്ഠ. പീഠത്തിന്റെ ഠ ഏതാന്നാണോ? പൂജൻ ഠ. മുഖമെല്ലാം തെളിഞ്ഞില്ല എല്ലാവരുടെ. ചെറിയ പ്രവാചകന്മാര് പഠിച്ച് മുഖമൊക്കെ വലിഞ്ഞ് മുറുകി ഇരുന്ന എല്ലാവരുടെയും കണ്ടോ, തെളിഞ്ഞുണ്ടോ? അപ്പൊ ദൈവം നീതിനിഷ്ഠയുള്ളവൻ. നിഷ്ഠയൊക്കെ കിട്ടിയല്ലോ. ദൈവം നീതിനിഷ്ഠയുള്ളവൻ. 3:1 മുതൽ 19 വരെ. 3:1 മുതൽ 19 വരെ. ഇനി അതിനോട് ചേർന്ന് ബ്രാക്കറ്റില് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് നിനവയുടെ വീഴ്ചയുടെ കാരണങ്ങൾ, അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഏതാ? ദൈവം നീതിനിഷ്ഠയുള്ളവൻ 3:1 മുതൽ 19 വരെ എന്ന് എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് എഴുതണം നിനവയുടെ വീഴ്ചയുടെ കാരണങ്ങൾ. ഈ നിനവെ പട്ടണത്തെ പറ്റി ഒരു സ്ത്രീയോട് ഉപമിച്ചാണ് എഴുതാനല്ല കേട്ടോ, ഇത് ഞാൻ പറയുക. ഈ നിനവെ പട്ടണത്തെ ഒരു സ്ത്രീയോട് ഉപമിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ത്രീയോട്. അപ്പോ മിക്ക പുസ്തകങ്ങളിലും ഒരു പട്ടണത്തെ പറ്റി പറയുമ്പോൾ അവൾ അല്ലെങ്കിൽ അവൾ ഒരു സ്ത്രീയായിട്ട് ഉപമിച്ചുകൊണ്ടാണ് രാജ്യത്തെ കുറിച്ച് പറയുക. എന്നതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിനവയെ പറ്റി ഒരു സ്ത്രീയായിട്ട് ഉപമിച്ചുകൊണ്ട് പറയുകയാണ്. 1, അതിന്റെ സബ് പോയിന്റ് 1, അവളുടെ നിഷ്കരുണമായ രക്തച്ചൊരിച്ച്. ഒരു കരുണയില്ലാതെ രക്തം ഒഴുകും. അവളുടെ നിഷ്കരുണമായ രക്തച്ചൊരിച്ച്.
അവളുടെ നിഷ്കരുണമായ രക്തച്ചൊരിച്ചിൽ. കണ്ടോ? 3-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നിന്നെ കാണുന്ന ഏവരും നിന്നെ വിട്ട് ഓടി നിനവേ ശൂന്യമായി കിടക്കുന്നു, ആര് അവളോട് സഹതാപം കാണിക്കും? കണ്ടോ? ആ പട്ടണത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അവൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട് ഉപമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ എഴുതിയത്? അവളുടെ നിഷ്കരുണമായ രക്തച്ചൊരിച്ചിൽ. 3-1 മുതൽ 3 വരെ. 3-1 മുതൽ 3 വരെ കിട്ടിയോ? അവളുടെ നിഷ്കരുണമായ രക്തച്ചൊരിച്ചിൽ 3-1 മുതൽ 3 വരെ. 2, അവളുടെ വിഗ്രഹാരാധനയും പരസംഗവും. അവളുടെ വിഗ്രഹാരാധനയും പരസംഗവും. 3-4 മുതൽ 7 വരെ. അവളുടെ വിഗ്രഹാരാധനയും പരസംഗവും. 3-4 മുതൽ 7 വരെ. 3, അവളുടെ ഗർവവും ആത്മവിശ്വാസവും. അവളുടെ ഗർവവും ആത്മവിശ്വാസവും.